നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ 2026 മെയ് മാസം 5-ാം തീയതി, അതായത് 1201 മേടമാസം 22-ാം തീയതി കുജവാരം. നാളെ ചൊവ്വാഴ്ച, സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:09, അസ്തമയം വൈകിട്ട് 6:34. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. വൈകിട്ട് 3 മുതൽ 4:30 വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് ചെയ്യാറില്ല. നാളെ ചൊവ്വാഴ്ചത്തെ തിഥി കറുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാകുന്നു. ചതുർത്ഥി ജ്യോതിശാസ്ത്രത്തിൽ റിക്താതിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്, ഒന്നും തരാത്ത തിഥിയാണ്. അപ്രകാരമുള്ള 3 തിഥികളുണ്ട് ജ്യോതിഷത്തിൽ. ഒന്ന് ചതുർത്ഥി, പിന്നീട് നവമി 9-ാമത്തെ തിഥി, ചതുർത്ഥി എന്നാൽ 4-ാമത്തെ തിഥി, അതിനുശേഷം ചതുർദശി 14-ാമത്തെ തിഥി. ഈ 3 തിഥികളും റിക്താതിഥികളാണ്, ഒഴിഞ്ഞ തിഥികളാണ്. നമുക്ക് യാതൊരു സാമ്പത്തിക ഗുണവും തരില്ല. നാളെ 12:50 വരെ കാലത്ത്, നട്ടുച്ച സമയം വരെ തൃക്കേട്ട നക്ഷത്രമാണ്. ഒരു ശുഭകാര്യത്തിൽ നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ് തൃക്കേട്ട. അതിനാൽ നാളെ 12:50 വരെയുള്ള തൃക്കേട്ട നക്ഷത്രം ഗുണമല്ല. അതിനുശേഷം പിന്നെ വരുന്നത് മൂലം നക്ഷത്രമാണ്. അതും കറുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയുള്ള മൂലമാണ്. മൂലം നക്ഷത്രത്തിനൊരു വലിയ ദോഷമുണ്ട്, ഗണ്ടാന്ത ദോഷമുണ്ട്. അശ്വതി മകം മൂലം, ഈ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ഗണ്ടാന്തമാണ്. ഒരു ശുഭകാര്യത്തിനും നാം ഉപയോഗിക്കാറില്ല. അതിന് പുറമെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം, വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് മൂലം. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാലത്ത് ഭദ്രകാളി പ്രീതി ചെയ്യുക, ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ, ഏറ്റവും നല്ല പ്രാർത്ഥന. അവിടെ ഭദ്രകാളിക്ക് കർമ്മമുട്ടി ചെയ്യുക. കർമ്മതടസ്സമുണ്ടെങ്കിൽ, ആരോഗ്യ വിഷയമുണ്ടെങ്കിൽ ദേഹമുട്ടി ചെയ്യുക. ശത്രുദോഷമുണ്ടെങ്കിൽ ശത്രുമുട്ടി ചെയ്യുക. രക്തപുഷ്പാഞ്ജലി, കടുംപായസം അല്ലെങ്കിൽ ശത്രു സംഹാര കുരുതി ചെയ്യാം. ചൊവ്വാഴ്ച വൈകിട്ട് നാഗക്ഷേത്രത്തിൽ വഴിപാടിന് ഏറ്റവും നല്ലതാണ്. അശ്വതി മകം മൂലം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം കേതുവാകുന്നു. അതിനാൽ സർപ്പക്ഷേത്രത്തിൽ പോവുക. അവിടെ ആയില്യപൂജ, സർപ്പപൂജ ചെയ്യുക. നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന ചെയ്യുക. ഇങ്ങനെ ചെയ്ത് സർപ്പങ്ങളുടെ അനുഗ്രഹം വാങ്ങുക. സർപ്പപ്രീതിയിൽ അവശ്യമേവ കരണീയം ആരോഗ്യപുത്രാപ്തി. നല്ല ആരോഗ്യത്തിനും സന്താന ശ്രേയസ്സിനും സർപ്പപ്രീതി വളരെ ഉത്തമമാണെന്നറിയുക. നന്ദി, നമസ്തേ.